ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തത് ഗ്രിഡ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊജക്റ്റിൻ്റെ ഗ്രിഡ്. കഴിഞ്ഞ പ്രാവശ്യം ഗ്രിഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒന്ന് ബ്രീഫ് ചെയ്ത് തന്നായിരുന്നു. ഇന്ന് നമ്മൾ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ എങ്ങനെ ഗ്രിഡ് സെറ്റ് ചെയ്യാം. പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡിസൈൻ ഡ്രോയിങ് ഉണ്ടാവും ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം, നമുക്കൊരു ഡ്രോയിങ് ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അവർ തരും. ഈ സ്ട്രക്ചറിൻ്റെ പ്ലാനും എലിവേഷനും കണക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചുകൊണ്ട് അവർ ഒരു ഡ്രോയിങ് തരും. ആ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് പ്ലാനിൽ XY ഗ്രിഡുകൾ ഉണ്ടാവും, എലിവേഷനിൽ Z ഗ്രിഡ് ഉണ്ടാവും. അങ്ങനെ ഗ്രിഡ് സോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ടെക്ലയിൽ സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇന്ന് അത് ലൈവായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഒരു ട്രയൽ ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ ഡ്രോയിങ്, ഡിസൈൻ ഡ്രോയിങ്. ഒരു ക്ലയൻറ്റ് തരുന്ന ഡ്രോയിങ് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവർ പ്ലാനും എലിവേഷനും തരും. പ്ലാനും എലിവേഷനിലും ഓരോ മെമ്പർ സൈസ് തരും. കോളത്തിൻ്റെ സൈസ് ഏതാണ്, ബീമിൻ്റെ സൈസ് ഏതാണ്, അങ്ങനത്തെ എല്ലാ ഇൻഫോർമേഷനും തരും. പിന്നെ ഇതേപോലെ കണക്ഷൻ ഡീറ്റെയിൽസും തരും. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ കിട്ടുന്ന ഡ്രോയിങ്സ് വെച്ചിട്ടാണ് നമ്മൾ കംപ്ലീറ്റും സ്ട്രക്ചർ ഡീറ്റെയിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എങ്ങനെ ഗ്രിഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ടെക്ലയിൽ നമ്മളെടുത്തു 3D വ്യൂവിൽ നമ്മളൊരു പുതിയൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. 3D വ്യൂവിൽ നമ്മൾ Ctrl+P എന്ന് പറഞ്ഞ് ഞെക്കി. നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ എൻവയൺമെൻറ്റ് എന്നുള്ളൊരു ടേം ഉണ്ട്. നമ്മൾ സോഫ്റ്റ്വെയർ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ അവർ ചോദിക്കും ഏത് എൻവയൺമെൻറ്റ് വേണം എന്നുള്ളത്. നമ്മളപ്പോൾ കൊടുക്കുന്ന എൻവയൺമെൻറ്റാണ് UK. ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് UK വേണ്ടിയാണ്. അപ്പോൾ UK എൻവയൺമെൻറ്റിൽ ഓപ്പൺ ചെയ്യണം. റോള് നമ്മൾ ലാസ്റ്റത്തെ റോള് കൊടുത്തു. അങ്ങനെ നമ്മൾ പുതിയ മോഡൽ ക്രിയേറ്റ് ചെയ്തു. നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. ഇതൊരു പൈപ്പ് സപ്പോർട്ട് പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ ഈ ചെയ്യുന്നത്. ഇതൊരു പൈപ്പ് സപ്പോർട്ടാണ്, പൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു പൈപ്പ് പോകുന്നത്, അത് സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഒരു ഇൻഡസ്ട്രിയൽ ടൈപ്പ് ജോബ്സാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രിഡ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടെക്ലയിൽ 3D വ്യൂവിന് Ctrl+P ഞെക്കി ടോപ്പ് വ്യൂ പോലെ ആക്കി. ഇനി നമുക്കിതിൽ ഗ്രിഡ് സെറ്റ് ചെയ്യാൻ ഗ്രിഡിൻ്റെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡിൻ്റെ പ്രോപ്പർട്ടി റൈറ്റ് സൈഡിൽ വരും. ഇനി ഈ പ്രോപ്പർട്ടീനെ നമ്മൾ PDF എങ്ങനെയാണോ അവർ തന്നേക്കുന്നത് അതേപോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ പ്ലാൻ വ്യൂ, ഇതാണ് പ്ലാൻ വ്യൂസ് എല്ലാം കാണുന്നത്. ഈ കാണുന്നത് എലിവേഷൻസ്. അപ്പോൾ പ്ലാൻ വ്യൂവിൽ അവർ XY ഗ്രിഡുകൾ തന്നിട്ടുണ്ട്. ഇത് നോക്കി, പ്ലാൻ വ്യൂവിൽ അവർ തന്നിട്ടുണ്ട്, XY ഗ്രിഡുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ടെക്ലയിൽ നമ്മൾ നോക്കാം. ഇതിപ്പോൾ X ആക്സിസിൽ വരുന്നത് 2ഉം 4, X ആക്സിസിൽ 2ഉം 4ഉം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടെക്ലയിലെടുത്തു. ഇവിടെ X ആക്സിസിൽ ലേബൽ ആദ്യം കൊടുക്കാം 2 സ്പേസ് 4. ഞാൻ അതിൻ്റെ ഡിസ്റ്റൻസ് അവർ പറയുന്നത് എത്ര, 1200 ആണ് ഡിസ്റ്റൻസ് 2ഉം 4ഉം തമ്മിൽ. അപ്പോൾ അതേപോലെ കോർഡിനേറ്റ്സിൽ 0 ഒറിജിൻ ആയതുകൊണ്ട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. 2ഉം 4ഉം തമ്മിൽ 1200 മോഡിഫൈ ചെയ്യും. അപ്പോൾ അവിടെ ചേഞ്ചായി. ഇനി Y ആക്സിസിൽ വരുന്നത് എങ്ങനെയാണ്, Y ആക്സിസ് 1ഉം 3ആണ്. പക്ഷേ ടെക്ലയിൽ കൊടുക്കുമ്പോൾ പറഞ്ഞായിരുന്നു ഒറിജിൻ എന്ന് പറയുന്നത് ബോട്ടം ലെഫ്റ്റ് കോർണറാണ്. ഇവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലേബൽ കൊടുക്കുമ്പോൾ ഫസ്റ്റ് 3, ദെൻ നെക്സ്റ്റ് 1 സ്പേസ് 1. ഇനി ഇതിൻ്റെ കോർഡിനേറ്റ്സ് കൊടുക്കുമ്പോൾ 3ഉം 1ഉം തമ്മിൽ 1200 ആണ് സ്പേസിങ്സ് വരുന്നത്. അപ്പോൾ ആ സെയിം തന്നെ നമ്മൾ 1200 കോർഡിനേറ്റ്സ്, വൈയുടെ കോർഡിനേറ്റ്സിൽ 0 ഒറിജിൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു, സ്പേസ് ഇട്ടിട്ട് 1200 മോഡിഫൈ. ഇപ്പോൾ അതേപോലെ വന്നു. ഇനിയിപ്പോൾ Z ആക്സിസ് കൊടുക്കണം. അപ്പോൾ ഇസഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Z ആക്സിസിൽ വരുമ്പോൾ എലിവേഷൻ. അപ്പോൾ ഈ എലിവേഷനിൽ ഇവർ ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് FGL എന്നാണ് തന്നേക്കുന്നത്. FGL എന്ന് വെച്ചാൽ ഫിനിഷ് ഗ്രേഡ് ലെവൽ എന്നാണ്. അത് നമുക്ക് ഒരു ജനറൽ നോട്ട്സ് ഉണ്ടാവും. ആ ജനറൽ നോട്ട്സിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുണ്ട് FGL ഫിനിഷ് ഗ്രേഡ് ലെവൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഫിനിഷ് ഗ്രേഡ് ലെവൽ എന്ന് പറഞ്ഞ ലെവൽ കിട്ടി. ഇവിടെ ലെവൽ വന്നു. അപ്പോൾ ആ ലെവൽ എത്രയാണ് പറഞ്ഞേക്കുന്നത്, സാധാരണ ഇതിൻ്റെ താഴെ ഈ ഗ്രേഡ് ലെവൽ എത്രയാണെന്ന് അവർ മെൻഷൻ ചെയ്യണം. ഓരോ ലെവലും അവരിപ്പോൾ US ബേസ് പ്ലേറ്റ് അണ്ടർ സൈഡ് ഓഫ് ബേസ് പ്ലേറ്റ്, നമ്മൾ കോളം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കോളത്തിൻ്റെ താഴെ ആങ്കർ ബോൾട്ട് ചെയ്യാനായിട്ട് ബേസ് പ്ലേറ്റ് കണക്ഷൻ കൊടുക്കുന്നു. ആ ബേസ് പ്ലേറ്റിൻ്റെ ബോട്ടമാണ് എപ്പോഴും ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ബോട്ടത്തിന് നമ്മൾ അണ്ടർ സൈഡ് ഓഫ് ബേസ് പ്ലേറ്റ്, ബോട്ടം ഓഫ് ബേസ് പ്ലേറ്റ്, BOB എന്നൊക്കെ മെൻഷൻ ചെയ്യും. അപ്പോൾ ഏത് ലെവലാണ് കൊടുക്കുന്നത് ആ ലെവൽ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. പകരം ഈ ഒരു പ്രൊജക്റ്റിൽ അവർ റെഫർ ഷെഡ്യൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെയോ ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട് ഈ ഡ്രോയിങ്ങിൽ. അപ്പോൾ ഷെഡ്യൂൾ നമുക്ക് നോക്കാം. ഇതാണ് ഷെഡ്യൂൾ ഓഫ് പൈപ്പ് സപ്പോർട്ട്. ഇത് ഒരുപാട് പൈപ്പ് സപ്പോർട്ടിൻ്റെ നമ്പേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. തൽക്കാലം നമുക്ക് PS294 എന്ന് പറഞ്ഞ പൈപ്പിൻ്റെ സപ്പോർട്ടാണ് ചെയ്യാൻ പോകുന്നതെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇവിടെ അവർ FGL തന്നിട്ടുണ്ട് 8.300. നമ്മൾ നേരത്തെ കുറച്ച് ഇസഡിൻ്റെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് പൊതുവേ നമുക്ക് കിട്ടുന്ന കോൺട്രാക്ട് ഡ്രോയിങ്സിൽ ഇസഡിൻ്റെ ലെവലുകളെല്ലാം മീറ്ററിലായിരിക്കുള്ളൂ തരുന്നതെന്ന്.
ഇവിടെ ജനറൽ നോട്ട്സിൽ അവരത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മില്ലിമീറ്റേഴ്സ് ആൻഡ് ഓൾ ലെവൽസ് ആർ ഇൻ മീറ്റേഴ്സ്. ഡയമെൻഷനുകളെല്ലാം മില്ലിമീറ്ററിലും ലെവലുകളെല്ലാം മീറ്ററിലും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് മീറ്ററിലാണ് കിട്ടിയേക്കുന്നത്. ഇസഡ് ഇവിടെ 8.300 എന്ന് പറയുന്നത് മീറ്ററാണ്. നമുക്കതിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം കോർഡിനേറ്റ്സിൽ കൊടുക്കാനായിട്ട്. കാരണം സോഫ്റ്റ്വെയറിൽ കോർഡിനേറ്റ്സ് മില്ലിമീറ്ററിൽ റീഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 8.3, അപ്പോൾ ആദ്യത്തെ ലെവൽ 8.3 വന്നു. നെക്സ്റ്റ് ലെവൽ എന്താ വരുന്നത്? അപ്പോൾ 8.3 ഇവിടെ നെക്സ്റ്റ് ലെവലായിട്ട് അവർ കാണിച്ചേക്കുന്നത് അണ്ടർ സൈഡ് ഓഫ് ബേസ് പ്ലേറ്റ് റെഫർ ഷെഡ്യൂൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷെഡ്യൂളിൽ അങ്ങനെ ഒരു അണ്ടർ സൈഡ് ഓഫ് ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ലെവൽ അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? FGL 8.3 പ്ലസ് ഈ ഡിസ്റ്റൻസ് 325. അപ്പോൾ ഒന്നില്ലെങ്കിൽ 325 മില്ലിമീറ്ററിലാണ് തന്നേക്കുന്നത്. FGL 8.3 എന്ന് പറയുന്നത് മീറ്ററാണ്. ഒന്നില്ലെങ്കിൽ മീറ്ററിനെ മില്ലിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ മില്ലിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇത് മേളിലോട്ടല്ലേ പോകുന്നത്, മേളിലോട്ടല്ല ലെവലുകൾ പോകുന്നത്. അപ്പോൾ ആഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ 8.3 പ്ലസ് അതായത് 8300 പ്ലസ് 325 8625 വരും. അപ്പോൾ നമുക്ക് ടെക്ലയിൽ ഫസ്റ്റത്തെ ലെവല് ഇസഡിൻ്റെ കൊടുക്കുമ്പോൾ ആദ്യം തന്നെ 0 അവർ തന്നിട്ടില്ലെങ്കിലും 0 എന്ന് പറഞ്ഞൊരു ലെവൽ നമ്മൾ കൊടുക്കണം. എന്നാലും 3Dയിൽ ഗ്രിഡ് വിസിബിൾ ആവത്തുള്ളൂ. പിന്നെ മോഡലിംഗ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമുക്ക് 0 എന്ന് പറഞ്ഞൊരു ലെവൽ മെൻഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 0 എന്ന് പറഞ്ഞൊരു ലെവൽ കൊടുക്കാം. സ്പേസ്, കാരണം 0 കഴിഞ്ഞിട്ടാണ് അസെൻഡിങ് ഓർഡറിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. മീറ്ററാണെങ്കിൽ മില്ലിമീറ്ററിലോട്ടും കൊടുക്കണം, അസെൻഡിങ് ഓർഡറിൽ കൊടുക്കണം. അപ്പോൾ 0 കൊടുത്തു. സ്പേസ് നെക്സ്റ്റ് വരുന്നത് 8.3 വന്നത്. അപ്പോൾ അതിന് 8300 എന്ന് കൊടുത്തു. സ്പേസ് 8300 പിന്നെ അണ്ടർ സൈഡ് ഓഫ് ബേസ് പ്ലേറ്റ് ആണ് മേളത്തെ ലെവൽ വരുന്നത്. അത് എത്രയായിരുന്നു? പ്ലസ് 325. അപ്പോൾ 8625 സ്പേസ് നെക്സ്റ്റ് വരുന്നത് എത്ര? 8625 പ്ലസ് 2000, അതെ 2000. അപ്പോൾ അതായത് 8625 പ്ലസ് 2000 എന്ന് പറയുമ്പോൾ 10625. വീണ്ടും 2000 പറയുന്നുണ്ട്. അപ്പോൾ 10625 പ്ലസ് 2000 12625. പിന്നെ ഏറ്റവും ടോപ്പിലോട്ടൊക്കെ ഉള്ളത് H2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് അവർ കൊടുത്തിട്ടുണ്ട്. H2 അത് ഷെഡ്യൂളിൽ നോക്കേണ്ടി വരും. ഷെഡ്യൂളിൽ നോക്കിയാൽ H2 കൊടുത്തേക്കുന്നത് 1540. അപ്പോൾ 1540 12625 പ്ലസ് 1540 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14165 വരും. അപ്പോൾ നമുക്ക് ആ ലെവലുകളെല്ലാം നമുക്ക് കൊടുക്കാം. 8625 പ്ലസ് 2000 10625 സ്പേസ് വീണ്ടും 2000 ആഡ് ചെയ്ത് 12625 സ്പേസ് ലാസ്റ്റത്തെ H2 1540 ആണ് ഡിസ്റ്റൻസ് പറഞ്ഞത്. ആ 1540 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 14165. ഇനി ഇതിൻ്റെ ലേബൽ കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇസഡിൻ്റെ ലേബൽ കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന FGL അണ്ടർ സൈഡ് ഓഫ് ബേസ് പ്ലേറ്റ് അങ്ങനെയൊന്നും നമ്മൾ മെൻഷൻ ചെയ്തില്ല. അതൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്ങിൽ ടെക്സ്റ്റ് ആയിട്ടേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ EL ഡോട്ട് പ്ലസ് അല്ലെങ്കിൽ മൈനസ്. നമുക്കെല്ലാം പ്ലസ്സാണ് വരുന്നത്, മേളിലോട്ടാണ് പോകുന്നത്. 0 കഴിഞ്ഞ് മേളിലോട്ടായി പോകുന്നത്. അപ്പോൾ മൈനസ് വേണ്ട. അപ്പോൾ EL ഡോട്ട് പ്ലസ് ഫസ്റ്റ് ലെവൽ ഏതാണ് നമ്മൾ കൊടുത്തത്? 0 ആണ്. നമ്മൾ ഇനി കോർഡിനേറ്റ്സിൽ നോക്കണം. 0 ആണ് ഫസ്റ്റ് ലെവൽ വന്നേക്കുന്നത്. അപ്പോൾ 0ൻ്റെ ലേബൽ കൊടുക്കുക. 0.000 സ്പേസ് EL ഡോട്ട് പ്ലസ് നെക്സ്റ്റ് വരുന്ന ലെവൽ എത്രയായിരുന്നു? നമുക്ക് 8300 ആണ് ലെവൽ വരുന്നത്. അപ്പോൾ അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. കോർഡിനേറ്റ്സ് മില്ലിമീറ്ററിൽ റീഡ് ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് മില്ലിമീറ്ററിൽ കൊടുത്തു. ഇസഡ് കൊടുക്കുമ്പോൾ again we have to convert to meter and we have to give in Z label. അപ്പോൾ വരുന്ന ലെവൽ ഏതായിരിക്കും? 8.300 സ്പേസ് EL ഡോട്ട് പ്ലസ് നെക്സ്റ്റ് വരുന്നത് 8.625 സ്പേസ് EL ഡോട്ട് പ്ലസ് 10.625 സ്പേസ് EL ഡോട്ട് പ്ലസ് 12.625 സ്പേസ് EL ഡോട്ട് പ്ലസ് ലാസ്റ്റ് ലെവൽ 14.165. ഓക്കെ, ഇതാണ് ലെവലുകൾ നമുക്ക് വരുന്നത്. ഇസഡ് ആക്സിസിലെ കോർഡിനേറ്റ്സും അതിൻ്റേതായ ലേബലും വരുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മോഡിഫൈ ചെയ്തു. ഇപ്പോൾ ലെവലെല്ലാം സെറ്റായി. ഇപ്പോൾ വർക്കിംഗ് ഏരിയ നമ്മൾ ഗ്രിഡിൽ നിന്ന് ഒരുപാട് മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ അത് വർക്കിംഗ് ഏരിയ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക,
ഫിറ്റ് വർക്ക് ഏരിയ ടു എൻറ്റയർ മോഡൽ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് ഏരിയ നമ്മൾ വ്യൂ ഗ്രിഡിനനുസരിച്ച് ഫിറ്റായി വന്നു. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്, നമുക്ക് വ്യൂ ലിസ്റ്റ് ജനറേറ്റ് ചെയ്യണം. Ctrl+I ആണ് വ്യൂ ലിസ്റ്റിൻ്റെ ഷോർട്ട് കീ, Ctrl+I. ഇപ്പോൾ ഇതിനകത്ത് 3D വ്യൂ മാത്രമേ ഉള്ളൂ. ഈ വ്യൂ ലിസ്റ്റിലോട്ടേക്ക് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത ഗ്രിഡിൻ്റെ എല്ലാ വ്യൂസും ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എന്താ ചെയ്തത്, നമ്മൾ ഗ്രിഡ് സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക്, ഹിയർ യു ക്യാൻ സി ക്രിയേറ്റ് വ്യൂ അലോങ് ഗ്രിഡ് ലൈൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി വരും. ഓൺലി വൺസ് യു വിൽ ഹാവ് ടു ക്ലിക്ക് ഹിയർ ക്രിയേറ്റ്. നോക്കുക, ആ ഗ്രിഡുകളെല്ലാം വന്നു. Then we will have to cross check generating the elevation. We will have to cross check. അപ്പോൾ ഗ്രിഡ് 1 ഓപ്പൺ ചെയ്തു, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക വരുന്ന ലെവലുകളെല്ലാം കറക്റ്റ് ആണെന്ന്. 0 നമ്മൾ കൊടുത്ത ലെവലാണ്. ഈ 0 എന്ന് പറഞ്ഞ ലെവൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡ്രോയിങ്ങിൽ നമ്മളത് ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ തൊട്ട് ഈ 8.3 തൊട്ടേ നമ്മൾ കാണിക്കത്തുള്ളൂ. അപ്പോൾ 8.3 വന്നു, 8.625, 10, 12, 14 അതെല്ലാം വന്നു. ഈ ഡിസ്റ്റൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇതുണ്ടോ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 325, here 2000, 1540. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഗ്രിഡ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.